പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്കൊരു തിരുവചനം ധ്യാനിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-34 വചനം. അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. പ്രിയമുള്ളവരെ, ഈ വചനത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ്: മുമ്പേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ. പ്രത്യേകിച്ച് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുന്ന മനുഷ്യൻ വളരെ കുറവാണ്. ഈ തിരുവചനം തന്നെ നമുക്ക് ഒത്തിരി സുപരിചിതമായ ഒരു തിരുവചനമായിരിക്കും. പക്ഷേ ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു സംഭവവികാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടായപ്പോഴാണ് സത്യത്തിൽ ഈ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രാജ്യം എന്താണെന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലായി തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുക, ഈ ദൈവിക നീതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിൽ 3 തരത്തിലുള്ള നീതിയുണ്ട്. 1 മാനുഷിക നീതി, 2 പൈശാചിക നീതി, 3 ദൈവിക നീതി. 1 മാനുഷിക നീതി, 2 പൈശാചിക നീതി, 3 ദൈവിക നീതി. സത്യത്തിൽ മാനുഷിക നീതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കൊച്ചുദാഹരണത്തിലൂടെ, നമ്മൾ ഒരാളെ ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി വിളിച്ചു. രാവിലെ 8 മണി മുതൽ 4 മണി വരെ അവനെ ജോലിക്ക് വിളിച്ചിട്ട് അവൻ അർഹമായ കൂലി കൊടുത്തു വിടുന്നത്, അത് ശരിക്കും ഒരു മാനുഷിക നീതിയാണ്. വീണ്ടും പൈശാചിക നീതി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ കൂലിക്ക് വിളിച്ചിട്ട് അവന്റെ വേതനം കൊടുക്കാതെ ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞു വിട്ട് അവസാനം അവന്റെ പ്രാക്കെല്ലാം നമ്മൾ മേടിച്ച് നടത്തുന്ന ഒന്നാണ് ശരിക്കും പൈശാചിക നീതി. എന്നാൽ ദൈവിക നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷ നടത്താനായിട്ട് പോയി. ശുശ്രൂഷ നടത്താൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദേവാലയത്തിൽ 4 ദിവസത്തെ ധ്യാനം ഞങ്ങൾ നടത്തുക. 3-ാം ദിവസം ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു: അച്ഛാ, എനിക്കൊന്ന് ഷെയർ ചെയ്യണം, എനിക്കൊന്ന് നല്ല കുമ്പസാരം എടുക്കണം. ഞാൻ സത്യത്തിൽ ഇന്ത്യക്ക് വെളിയിൽ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും, പ്രസംഗം കേൾക്കാൻ ഒത്തിരി പേരുണ്ടെങ്കിലും, കുമ്പസാരിക്കണമെന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ധ്യാനത്തിന് ശേഷം ഞാൻ ഈ സഹോദരന്റെ ഇരിക്കൽ കുറേ നേരം ഇരിക്കാനിടയെ. അവൻ കുറെ കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു. അന്നത്തെ പകലത്തെ പ്രസംഗങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ, സംശയമൊക്കെ ചോദിച്ചു. ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നീട് അവന്റെ ജീവിതത്തിലെ കുറെ വീഴ്ചകളെ കുറിച്ചെല്ലാം സംസാരിച്ചു. അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ കുമ്പസാരിക്കാനായിട്ട് വന്നു. നല്ല വലിയ ആഴത്തിലുള്ളൊരു കുമ്പസാരം, ഏതാണ്ട് മണിക്കൂറുകൾ എടുത്ത് ഒരു കുമ്പസാരമൊക്കെ നടത്തി. സത്യത്തിൽ കുമ്പസാരത്തിന് ശേഷം ഈ സഹോദരന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പാപമോചനം പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കി, വലിയ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് ഞാനും നിറയുന്നു, ഇവനും നിറയുന്നു. അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ശക്തി മനസ്സിലായത്. സത്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കിങ്ങനെ ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി: തമ്പുരാനെ, ഇവനെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഏതായാലും കുമ്പസാരം എല്ലാം കഴിഞ്ഞ് ഞാൻ വെളി വരുമ്പോൾ ഇവൻ വാതുക്കെ കാത്തു നിന്നിട്ട് എന്നോട് പറഞ്ഞു: അച്ഛാ, അച്ഛൻ പറ്റുമെങ്കിൽ എൻ്റെ വീട് വരെ ഒന്ന് വരണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഏതായാലും കൊള്ളാം സഹോദരങ്ങളെ, ഞാനും എൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിലുള്ള 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് വീട് മുഴുവൻ വിശുദ്ധരുടെ ഫോട്ടോ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഭവനം. തന്നെയുമല്ല, ഈ ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ വലിയ ദൈവകൃപ വന്നൊഴുകുന്നു. ഇവന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഇവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ഉന്നതമായ ബോധ്യങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവന്റെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണല്ലോ. ഏതായാലും കൊള്ളാം, കുറെ നേരത്തിന് ശേഷം ഇവന് എന്നോട് പറഞ്ഞു: അച്ഛാ, മൂത്ത കുട്ടി 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്,
അവളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇവൾക്കോട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കുറവുകൾ ഇവൾക്കുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. സത്യത്തിൽ ഞാൻ ഈ കൊച്ചിനെ മുമ്പിലിരുത്തി ഇതിനുവേണ്ടി കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, മോന് എന്താണ് ആവശ്യം, എന്തിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഞാൻ ഇരുന്നിടത്തുനിന്ന് പൊങ്ങിപ്പോയി. കാരണം അന്ന് വരെ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ മാതാപിതാക്കളും മക്കളും ഒക്കെ പറയാറുള്ളൂ. പക്ഷേ ഈ കൊച്ചു പെൺകുട്ടി പറഞ്ഞ, അച്ഛാ, ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിൾ വായിച്ചിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ച, ഈ ഭൂമിയിൽ ജ്ഞാനം വേണമെന്ന് പറഞ്ഞവൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് സോളമനാണ്. സത്യത്തിൽ ജ്ഞാനം ചോദിച്ചവന് ദൈവം ഈ ഭൂമിയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിന്റെ കാര്യം ഓർത്തപ്പോൾ ഞാനോട്, ദൈവമേ, ഇത് മണ്ണിൽ നിന്നുള്ളതല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്നെനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ കൊച്ചിന് കുറെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. നെഹമ്യ 9:20 ഇങ്ങനെ ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം ഇങ്ങനെ കുറെ ദൈവിക വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഒരു 13-14 വചനങ്ങൾ ഞാൻ ഈ കൊച്ചിന് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാനിത് പറഞ്ഞത് ഈ കൊച്ചിന് മനസ്സിലായോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞൊക്കെ മോക്ക് മനസ്സിലായോ? അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തിരിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിയത്, ഞാൻ പറഞ്ഞ 13 വചനവും ഈ കൊച്ച് ബൈഹാർട്ടായിട്ട് തിരിച്ച് അതുപോലെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. അതിനു മുമ്പ് തന്നെ ഈ കൊച്ചി വചനമെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി, ദൈവമേ, ഇത് ഒത്തിരി ദൈവകൃപയുള്ളതാണല്ലോ. ഏതായാലും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ഈ അപ്പനോട് ചോദിച്ചു, സഹോദരാ, നിന്റെ കുടുംബം, നിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലോ, ഇതിന്റെ രഹസ്യം എന്താണ് എന്നൊന്ന് പറയണം. പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, ഏതായാലും പറയാം. ഞാൻ വീണ്ടും അവന്റെ സെറ്റിയിൽ അവിടെ ഇരുന്നു. ഈ സമയത്ത് അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവൻ എന്നോട് പറയാൻ തുടങ്ങി, അച്ഛാ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചു പോയതാണ്. പിന്നീട് എൻ്റെ അമ്മയും എനിക്കൊരു കുഞ്ഞു പെങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ അന്നു മുതൽ ഒത്തിരി കഷ്ടപ്പെട്ടാ പഠിച്ചൊക്കെ വളർന്നേ. ഞാൻ 15-ാമത്തെ വയസ്സിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഞാനൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ഈ ഭൂമിയിൽ നിനക്ക് എന്തുണ്ടെങ്കിലും അതിന്റെ 10-1 ദൈവിക കൃപയ്ക്കായിട്ട്, ദൈവത്തിനായിട്ട് കൊടുക്കണമെന്ന്. ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് നല്ലപോലെ പഠിക്കാനുള്ള കഴിവൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതൽ ചെയ്തു തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് ഞാനിരിക്കും, എൻ്റെ ക്ലാസ്സിലെ പഠിക്കാൻ പുറകോട്ടുള്ള കുഞ്ഞുങ്ങളെ കൂട്ടിയിരുത്തി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങി. ആഴ്ചയിലൊരിക്കൽ ഞാൻ ജോലിക്ക് പോകുവച്ചാ, കൂലിപ്പണിക്ക് പോകും. എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് 125 രൂപ ശമ്പളം കിട്ടും, അതിൽ 25 രൂപ ഞാൻ മാറ്റിവെക്കും. ആ 25 രൂപയും കൊണ്ട് വന്ന് ഞാൻ എൻ്റെ 1 മാസം 2 മാസമൊക്കെ ആകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ അന്ന് നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഞാൻ ബുക്കും മേടിച്ചു കൊടുക്കും, ചിലപ്പോൾ പേന മേടിച്ചു കൊടുക്കും, ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അച്ഛാ, ഞാൻ അങ്ങനെ കിട്ടിയ ബോധ്യം കൊണ്ട് 10-1 ദൈവത്തിന് കൊടുത്ത് അങ്ങ് വളരാൻ തുടങ്ങി. എല്ലാ മേഖലകളിലും ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം എടുത്ത് ഞാനങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സമയത്താണ് വലിയ റാങ്കോടുകൂടി ഞാൻ പാസ്സായി. 22-ാമത്തെ വയസ്സിൽ എനിക്ക് അബുദാബിയിൽ ഒരു റിഗില് ജോലി കിട്ടി. വലിയൊരു പോസ്റ്റിലായിരുന്നു എൻ്റെ ജോലി. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപ അടുത്ത് ശമ്പളമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഏതായാലും ഞാൻ അവിടെ ചെന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ നന്മകൾ എല്ലാവർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ പങ്കുവെച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സമയത്ത് എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഒരു വിവാഹ ആലോചന വന്നു. അവന് വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയ പെൺകുട്ടി, അവളുടെ കുടുംബം ആ മകനു വേണ്ടി ഒത്തിരി സമ്പത്തും സ്വത്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. സത്യത്തിൽ അവന് ആ വാഗ്ദാനങ്ങളെല്ലാം വളരെ മൗനത്തോടുകൂടി സ്വീകരിച്ചിട്ട് അവനത് സ്വീകരിക്കുന്നതിന് മുമ്പായി ചെയ്തത്, തനിക്ക് കിട്ടുന്ന അതേ തുല്യ അളവിൽ അവൻ ഏതാണ്ട് 5 കുടുംബത്തെ, 5 കുഞ്ഞുങ്ങളെ ഒരു ജീവിതത്തിന്റെ മധ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടാണ് ഇവൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവൻ പറയുകയായിരുന്നു, അച്ഛാ, എനിക്കൊരു കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആരംഭത്തിലെ ചെലവ് കൊണ്ട് 8 കുഞ്ഞുങ്ങളെ ഇവിടെ ദത്തെടുക്കാമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. ഞാനൊരു അനാഥാലയത്തിലെ 8 മക്കളെ ദത്തെടുത്ത് അവരെയും എൻ്റെ കുഞ്ഞിനൊപ്പം വളർത്താൻ തുടങ്ങി. എൻ്റെ മകൾക്കൊരു ഉടുപ്പെടുത്താൽ
ഈ 8 കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു ഉടുപ്പെടുത്ത് കൊടുക്കും. എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളെ ഞാൻ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പോൾ അതേത് സിലബസ് അനുസരിച്ചാണോ ചേർത്തെ, അതേ സിലബസിൽ ഈ നാട്ടില് ഈ 8 കുഞ്ഞുങ്ങളെയും ഞാൻ കൊണ്ട് ചേർത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു, അച്ഛാ, ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ ഞാൻ പോയപ്പോഴും എൻ്റെ കുഞ്ഞിനൊപ്പം ഈ 8 കുഞ്ഞുങ്ങളെയും ഞാൻ വളർത്താൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ ഇത്രയും വലിയൊരു ബോധ്യം കിട്ടി? അവിടെ എന്നോട് പറഞ്ഞു, അച്ഛാ, ആദ്യത്തെ ധ്യാനം കൂടിയപ്പോൾ കിട്ടിയത് 10 കൊടുക്കണമെന്ന്. എൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരു ധ്യാനം കൂടിയപ്പോൾ തമ്പുരാൻ എനിക്ക് മറ്റൊരു തിരിച്ചറിവും കൂടെ നൽകി. അതിതാണ് തമ്പുരാൻ പുതിയ നിയമത്തിൽ പറഞ്ഞൊരു കാര്യം, 2 ഉടുപ്പുള്ളവൻ 1 കൊടുക്കണം. അന്ന് എനിക്ക് മനസ്സിലായി, പുതിയ നിയമത്തിൽ കൊടുക്കേണ്ടത് 10 2 ഉടുപ്പുള്ളവൻ 1 കൊടുക്കണം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന്റെ പകുതി തമ്പുരാന് കൊടുക്കണമെന്ന്. അങ്ങനെ ഇവന്റെ കുടുംബത്തെ അങ്ങ് വളർത്തി വലുതാക്കാൻ തുടങ്ങി. ഒപ്പം ഈ 8 കുഞ്ഞുങ്ങളെയും കൂടെ പഠിപ്പിച്ച് വളർത്താൻ തുടങ്ങി. അവന് പറയുകയായിരുന്നു, സത്യത്തിൽ അന്നാണ് സഹോദരങ്ങളെ എനിക്ക് ദൈവത്തിന്റെ നീതി എന്താണെന്ന് മനസ്സിലായത്. പല നീതികളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ രഹസ്യം, അവന്റെ ജീവിതത്തിൽ ഒരു പരാതിയുമില്ല. വീണ്ടും അവന്റെ കുഞ്ഞ് ഇന്ന് വേൾഡിലെ എല്ലാ സ്കോളർഷിപ്പുകളും സ്വന്തമാക്കിയാ പഠിക്കുന്നത്. എന്നിട്ട് അവൻ പറയുക, അവന്റെ കുഞ്ഞിന് ഇന്ന് ഒരു ട്യൂഷന് പോലും പോകേണ്ട ആവശ്യമില്ല. സംഭവിക്കുന്നത് ശരിക്കും ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ സംഭവിക്കുന്നത്, അവന് ദൈവം എല്ലാ കാര്യങ്ങളും വെച്ചു നീട്ടുക. എന്നിട്ട് അതിനുശേഷം അവൻ പറഞ്ഞ, അച്ഛാ, എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകുന്ന വഴി എനിക്ക് പേടിയില്ല, ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ പോകുന്ന വഴി പേടിയില്ല. കാരണം ദൈവദൂതന്മാർ അവക്ക് ചുറ്റും കാവൽ നിൽപ്പുണ്ട്. സങ്കീർത്തന പുസ്തകം 34:7 പറയുന്നു, ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് വസിക്കുന്നു. വീണ്ടും ഞാൻ കണ്ട ഒരു കാഴ്ച, ഈ ചെറുപ്പക്കാരന് ഒരു പരാതിയുമില്ലാത്ത ജീവിതം. സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ഓരോന്നും സ്വന്തമാക്കാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 അനേകവട്ടം വായിച്ചു കേട്ടിട്ടുണ്ട്. മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ ദൈവത്തിന്റെ നീതി നമ്മൾ അവഗണിക്കും. ദൈവത്തിന്റെ നീതി അവഗണിക്കുന്ന ഒരു മനുഷ്യനെ ദൈവവും അവഗണിക്കുന്നു. ഇതാണ് ചരിത്ര സത്യം. ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അവന് പരാതിയില്ല, പരിഭവമില്ല, നാളെക്കുറിച്ച് ഉത്കണ്ഠയില്ല. പക്ഷെ ഞാൻ കണ്ടത്, അവന് ജീവിതത്തിൽ ഇട്ടുമൂടാൻ തക്ക വിധത്തിൽ ദൈവകൃപ കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ആകുലതയുടെ ലോകത്ത് നിന്ന് നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അക്ഷരം പ്രതി സ്വീകരിച്ച് അനുസരിക്കാതെ നമുക്ക് രക്ഷയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആഴത്തിൽ വീണ്ടും ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ. പ്രത്യേകിച്ച് അന്ത്യ ന്യായവിധിയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 31 തൊട്ട് 46 വരെയുള്ള വചനത്തില് അന്ത്യവിധിയെക്കുറിച്ച്, അവസാന വിധിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 35-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നേ, തമ്പുരാൻ നമ്മൾ ചെയ്ത വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ വീരസ്യങ്ങളൊന്നും ചോദിക്കാറില്ല. തമ്പുരാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു 3-4 കാര്യങ്ങളാ അന്ത്യന്യായവിധിയുടെ സമയത്ത് ദൈവം മനുഷ്യനോട് പറയുന്നത്. ഒന്നിതാണ്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയത്, ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? കണ്ടു. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ഒത്തിരി ആധ്യാത്മിക സംഘടനകളുണ്ട്. ഇനി ആധ്യാത്മിക സംഘടനകളെല്ലാം ചേർന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷത്തിലൊരിക്കൽ ഇടവകയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകൾ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ശരിക്കും അനാഥാലയങ്ങളിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ഹാൻഡൊക്കെ അവർക്ക് കൊടുക്കും. ഓർക്കുക, 50 ജോഡിയുള്ളവൻ
അവന്റെ ഏറ്റവും പഴകിയ വസ്ത്രം ഒന്ന് അലക്കി തേച്ച് കൊണ്ട് അനാഥാലയത്തിൽ കൊടുക്കും. ദൈവത്തെ ഓർത്ത് ഇനി നമ്മളിത് കൊടുക്കരുത്. ഒരു പാവപ്പെട്ടവന് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ അത് നമ്മളിട്ട് പഴകിയതല്ല കൊടുക്കേണ്ടത്. ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, 2 ഉടുപ്പ് ഉള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പഴയത് കൊടുക്കാനല്ല പറയുന്നത്. നീ ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ നീ പരദേശിക്കും, നീ പാവപ്പെട്ടവനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ അത് പുതിയത് തന്നെ കൊടുക്കണം. കണ്ടോ, വിശപ്പിന്റെ കാര്യം, ദാഹത്തിന്റെ കാര്യം, അതുപോലെ തന്നെ തമ്പുരാൻ പറയുന്നു, പരദേശിയായിരുന്നു, നീ എന്നെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. നീ നഗ്നനായിരുന്നു, എന്ത് ചെയ്തു? ഉടുപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഈ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്ന രീതികളൊക്കെ മാറ്റിയിട്ട് പഴയത് പെറുക്കി കുറെ മനുഷ്യർക്ക് കൊടുക്കുന്ന രീതി നമ്മൾ മാറ്റണം. അത് ക്രിസ്ത്യാനി ഏറ്റവും വലിയ കപടതയാ അത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയും, വീട്ടിൽ നമുക്ക് കത്തിച്ചു കളയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ പഴയത് വല്ലവനൊക്കെ പെറുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊടുത്താൽ പുതിയതേ കൊടുക്കാവൂ. ക്രിസ്തു ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യനെ വിളിച്ചാൽ അവന് കൊടുക്കുന്ന ഒരു പുതിയ അഭിഷേകം, ഒരിക്കലും പഴയതൊന്നും ക്രിസ്തു കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച, ദൈവത്തിന്റെ നീതി ആര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നോ അവൻ ഒരു കൊച്ചു ദൈവമായി മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വചനം അവനിലൂടെ അനർത്ഥമാകുക. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവവചനം ആരുടെ അരികിലേക്ക് കടന്നു വരുന്നു അവരെ അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മാവിന്റെ വഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിത്തീരുവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ത്യന്യായവിധിയിൽ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാൻ ചോദിക്കുന്നത് ഒരു 4-5 ചോദ്യം മാത്രം. വിശന്നവന് ഭക്ഷണം കൊടുത്തോ? ദാഹിച്ചവന് കുടിക്കാൻ കൊടുത്തോ? വസ്ത്രമില്ലാത്തവന് ഉടുക്കാൻ കൊടുത്തോ? ജയിലിൽ കിടന്നവനെ സന്ദർശിച്ചോ? അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് ഞാൻ ഓർക്കുക, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. കോടാനുകോടി സമ്പത്തുള്ള ഒരു ഇടവക, പക്ഷേ അവിടെ ഒരു പാവപ്പെട്ട വിധവ ഒരു വീടില്ലാതെ ഒരു എസ്റ്റേറ്റിന്റെ ലയത്തിൽ താമസിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഞാനിങ്ങനെ ചിന്തിച്ചു, തമ്പുരാനെ, ഇവിടുത്തെ കോടീശ്വരന്മാരൊക്കെ നിരൂപിച്ചാൽ ഒരു ചെറിയ കൈത്താലങ്ങൾ മതി. അപ്പോൾ ആ കൈത്താങ്ങൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ വിധവയ്ക്കും ഒരു വീടാകും. ഞാനത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവർക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കളെ വളരെ പാടുപെട്ട ഈ സ്ത്രീ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചു. ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ഈ വിധവയെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചു. തിരിച്ചു പോരുമ്പോൾ ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പോയിട്ട് അവർക്കൊരു 3 സെന്റ് സ്ഥലം അച്ഛൻ മേടിച്ചു കൊടുക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്ര രൂപയാണേലും അച്ഛന്റെ അക്കൗണ്ടിൽ ഈ പൈസ ഇട്ടേക്കാം. ഞാൻ ഓർക്കുക, ഒരു 2 ആഴ്ച മുമ്പ് ഇവർക്കൊരു 3 സെന്റ് സ്ഥലം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വിധവ പറഞ്ഞു, അച്ഛാ വീട് വെക്കാൻ. ഞാൻ പറഞ്ഞു, ഇത്രയും തന്ന ദൈവം ഇനിയും തരും. ഞാൻ ഓർക്കുക, അതും വെളിയിലുള്ള 1-2 മനുഷ്യർ ചേർന്ന് അവർക്ക് വീട് വെക്കാനുള്ള ഒരു ക്രമീകരണവും ചെയ്തു തന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ഓർക്കുക, അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഇവരെ എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കോടീശ്വരന്റെയും അല്ലെങ്കിൽ അവളുടെ ചുറ്റുമുള്ള ഒരപ്പത്തിന്റെ ഭാഗമായി, വിശുദ്ധ കുർബാനയുടെ ഭാഗമായി ഒരു ദേവാലയത്തിൽ നിന്ന് ഒന്നിച്ച് ബലിയർപ്പിക്കുന്ന കൂടെയുള്ളവന് അവളുടെ വേദന മനസ്സിലായിട്ടില്ല. ഞാൻ പറയും, ആ ഇടവകയില് ശരിക്കും എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഒരു ഇടവകയിൽ എല്ലാവരും സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ആചാര്യൻ എന്ന നിലയിൽ ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എന്നെ ശുശ്രൂഷിക്കാൻ വിട്ട മേഖലകളിൽ എല്ലാവരെയും സ്വർഗത്തിൽ എത്തിച്ചാലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് ഈ ഭൂമിയിൽ സ്വത്തും സമ്പത്തും സൗഭാഗ്യങ്ങളെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ചുറ്റുവട്ടത്ത് ഒരു ലാസർ കിടന്നിട്ട് അവനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്ധകാരത്തിന്റെ ഇരുൾക്കുഴിയിലേക്ക് നാളെ നഷ്ടപ്പെട്ടു പോകും. ഇതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ മാറാം. ക്രിസ്തുവിന്റെ രാജ്യവും ക്രിസ്തുവിന്റെ നീതിയും നമുക്ക് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്നെങ്കിലും ഈ തിരുവചനം കേൾക്കുമ്പോഴെങ്കിലും നമ്മൾ ഓർക്കണം,
എൻ്റെ ഇടവകയിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ, ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒരുത്തൻ ദാരിദ്ര്യത്തിന്റെ കുപ്പുകുത്തിൽ കിടന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവന് വേണ്ടി ശുശ്രൂഷയും ചെയ്യുന്ന ഒരു വലിയ മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എനിക്കുള്ളത് ഞാൻ പങ്കുവെക്കണം. യേശു ചെയ്തത്, അവന്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്നത് മുഴുവൻ എല്ലാവർക്കുമായിട്ട് പങ്കുവച്ചു. കാണുന്നൊരു കാഴ്ച, അവന്റെ അങ്കി പോലും ചീട്ടിയിട്ട് പങ്കുവെച്ചെടുക്കുക ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, അവന്റെ അന്ത്യത്താഴ വേളയിൽ അവൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തനിക്ക് പിന്നെ മിച്ചമുണ്ടായിരുന്നത് തന്റെ ശരീരമാണ്, തന്റെ ജീവനാണ്. ആ ശരീരം പോലും 12 പേർക്കായിട്ട് മുറിച്ചു കൊടുത്ത ക്രിസ്തു, അതാണ് നമ്മുടെ നാഥൻ. സത്യത്തിൽ ക്രിസ്തു വളരെ ഈസിയായി പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിച്ചത്, അവൻ ഈ മണ്ണിൽ വന്നിട്ട് ഈ മണ്ണിൻ്റെതൊന്നും അവനെ ഏശിയില്ല. ഈ മണ്ണിൻ്റെതായിട്ട് അവനുണ്ടായിരുന്നതെല്ലാം അവൻ ഈ ഭൂമിയിൽ പങ്കുവെച്ചു കൊടുക്കുക ചെയ്തു. അതുകൊണ്ട് ഓർക്കണം, ഞാനും നിങ്ങളും ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ഒന്നും നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരണം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ മറ്റൊരുത്തനു വേണ്ടി മുറിയപ്പെടുന്ന, മറ്റൊരുത്തനു വേണ്ടി ദൈവത്തിന്റെ നീതി നടത്തിക്കൊടുത്ത് മറ്റൊരുത്തനു വേണ്ടി അവന്റെ വിശപ്പടക്കുന്ന ഒരു കൃപയുള്ള മനുഷ്യനായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കണമെങ്കിൽ, നാളെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, നീ ഇന്ന് ചെയ്യേണ്ടത് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദരിദ്രർക്കും യാചകർക്കും കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ തമ്പുരാനെ, ഈ ഭൂമിയിൽ പങ്കുവയ്ക്കാൻ അങ്ങ് എനിക്ക് തന്നിട്ട് പങ്കുവയ്ക്കാതെ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുവേ ദൈവമേ, ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിന്റെ കണ്ണുകളൊന്ന് തുറക്കപ്പെടട്ടെ. തമ്പുരാനെ, എല്ലാം കുട്ടി വെച്ചാലും ഒരു രാത്രി എല്ലാം നശിക്കുന്ന ഒരു ദിവസങ്ങളുണ്ടല്ലോ. യേശുവേ ദൈവമേ, കർത്താവേ, ഒരു ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിൽ അവൻ വലിയ ദൈവകൃപയിലേക്ക് ഉയർന്നത് കയ്യിലുള്ളതെല്ലാം പങ്കുവച്ചപ്പോഴാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ അഭിഷേകത്തിലെല്ലാം നിറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ, സ്വർഗത്തിൻ്റെതായി ഞങ്ങൾ ഓരോരുത്തരും മാറാൻ, ജീവന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ എല്ലാം പേരുകൾ എഴുതിക്കാൻ യേശുവേ അങ്ങ് ഞങ്ങൾക്കെല്ലാം അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ മക്കളുടെയും ഹൃദയവും മനസ്സും ആത്മാവും എല്ലാം തുറക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.